മലയാള സാഹിത്യത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തും അറിയപ്പെടുന്ന പെണ്ണെഴുത്തുകാരിയുമാണ് സാറാ ജോസഫ്. മലയാളത്തിലെ സ്ത്രീ എഴുത്തുകാരിൽ പ്രഥമഗണനീയരിൽ ഒരാളായ സാറാ ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ്. ആട്ടിയകറ്റപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യവും അതിന് കാരണക്കാരായ അതീശ ശക്തികളോടുള്ള ചെറുത്തുനിൽപ്പും സാറാ ജോസഫിൻ്റെ രചനകളിൽ കാണാൻ സാധിക്കും. പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രവുമായി സാറാ ജോസഫ് നിരന്തരം കലഹിക്കുന്നു. 1946 ഫെബ്രുവരി 10 തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിൽ ലൂയിസിൻ്റെയും കൊച്ചുമറിയത്തിൻ്റെയും മകളായി ജനിച്ചു. സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന കഥ മലയാളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ സാഹിത്യ സൃഷ്ടി എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനായി വെമ്പുന്ന സ്ത്രീ ഹൃദയങ്ങളെ തളച്ചിടുന്ന പുരുഷ സമൂഹത്തിനെതിരെയുള്ള തുറന്നെഴുത്തായിരുന്നു പാപത്തറ. മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട നോവലുകളിൽ ഒന്നാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. തൃശ്ശൂർ ഭാഷയുടെ തനിമാർന്ന ഉപയോഗം കൊണ്ട് ശ്രദ്ധേയമാണ് ആലാഹയുടെ പെൺമക്കൾ. മനസ്സിലെ തീ മാത്രം, കാടിൻ്റെ സംഗീതം, നന്മതിന്മകളുടെ വൃക്ഷം, പാപത്തറ, ഗണിതം തെറ്റിയ കണക്കുകൾ, നിലാവറിയുന്നു, കാടിത് കണ്ടായോ കാന്ത, ഒടുവിലത്തെ സൂര്യകാന്തി എന്നീ കഥാസമാഹാരങ്ങളും ആലാഹയുടെ പെൺമക്കൾ, ഒതപ്പ്, ഊരുകാവൽ, മാറ്റത്തി, ആദി, ആളോഹരി ആനന്ദം, ബുധിനി എന്നിവ നോവലുകളുമാണ്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ, അടുക്കള തിരിച്ചു പിടിക്കുക എന്നീ സാറാ ജോസഫിൻ്റെ പ്രബന്ധങ്ങൾ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. സാറാ ജോസഫിൻ്റെ ആത്മകഥാപരമായ കുറിപ്പുകളുടെ സമാഹാരമാണ് ആരുണി. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ചെറുകാട് എന്നീ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കായുള്ള മാനുഷി എന്ന സംഘടനയുടെ സ്ഥാപക കൂടിയാണ് സാറാ ജോസഫ്.